KMRL നമ്മുടെ കൊച്ചി നഗരത്തിൽ ഒരുപാട് പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. പലതിനും പല ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്നലെ നമ്മൾ സംസാരിക്കവേ ചർച്ചയിൽ പറഞ്ഞ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മുട്ടാർ പുഴയുടെ തീരത്ത് സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വരുന്നുണ്ട്, കൂടാതെ സെപ്റ്റേജ് പ്ലാന്റും വരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങ് പറഞ്ഞതാണ് ചർച്ചയിൽ. അത് നല്ലത് തന്നെ, ഇത് നമ്മുടെ കൊച്ചി പോലുള്ള ഒരു നഗരത്തിൽ വരേണ്ടതാണ്. പക്ഷേ ഇത് വരേണ്ട സ്ഥലം ഇതാണോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമില്ലേ? തീർച്ചയായിട്ടും വളരെ ഗൗരവപൂർവം എടുക്കേണ്ട ഒരു വിഷയമാണത്. കാരണം KMRL പോലുള്ള ഒരു കമ്പനിയുടെ പഠനം, ആ പഠനത്തെ എങ്ങനെയാണ് ഈ മുട്ടാർ പുഴയുടെ തീരം കണ്ടെത്തിയത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മളുടെ കൊച്ചി നഗരസഭ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകൾ ഒരു പ്രദേശം ചൂണ്ടിക്കാട്ടി കൊടുക്കാതെ KMRL ഒരു സ്പോട്ട് അങ്ങ് ഡിസൈഡ് ചെയ്യില്ല. അതെ, അത് ശരിയാണ്. അപ്പൊ അതിനകത്ത് നഗരസഭക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യം നമ്മളൊന്ന് ഗൗരവപൂർവ്വം ചിന്തിക്കണം. രണ്ടാമത്തെ വിഷയം, എനിക്ക് KMRL, ഞാൻ ഈ സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ആ ട്രീറ്റ്മെന്റ് പ്ലാന്റ് വാട്ടർ മെട്രോയുടെ മറവിൽ അവിടെ നടക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞ സമയത്താണ് ഞാൻ KMRL-ന് RTI കൊടുത്തത്. അപ്പൊ ആ സമയത്ത് അതിൽ പറഞ്ഞിട്ടുള്ളത് നിലവിൽ ഭൂമി ഏറ്റെടുത്തിട്ടില്ല, പക്ഷെ അവിടെ സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നടത്തുന്നതിന് ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ ഒരു ഭരണാനുമതി ലഭിക്കാനിടയായിട്ടുള്ള സംഭവം സഭാതലത്തിൽ ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ട ആള് നമ്മളുടെ ബഹുമാനപ്പെട്ട MLA ആണ്. MLA അറിയാതെ കണ്ട് സഭ അനുമതി വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. പ്രത്യേകിച്ച് മുട്ടാർ പുഴയുടെ ഈ പ്രദേശം നമ്മുടെ ഒരു സാധാരണ വർഷക്കാലത്ത് പോലും വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ്. മനസ്സിലായി. അതെ, പ്രളയബാധിതമായിട്ടുള്ള ഒരു പ്രദേശം ഇത്തരത്തിലുള്ള ഒരു പദ്ധതിക്ക് എടുക്കുന്നത് തെറ്റാണ്, എടുക്കാൻ പാടില്ല. കാരണം ആ പ്രദേശത്തെ ജനങ്ങളെ മുഴുവനും ദുരിതത്തിലാക്കുന്ന ഒരു സംവിധാനമായി മാറും. പ്രത്യേകിച്ച് വാട്ടർ മെട്രോയൊക്കെ വരാൻ പോകുന്ന സാഹചര്യത്തിൽ ജലമലിനീകരണം കൂടാനാണ് ഇതിനകത്ത് സാധ്യത കാണുന്നത്. കാരണം ഇതിനകത്തുള്ള സംശയം, എന്തിനും മുട്ടാർ പുഴയുടെ തീരം ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തു? നമ്മളുടെ നഗരത്തിന്റെ പല ഭാഗങ്ങളും, നഗരത്തിലെ അല്ലെങ്കിൽ നമ്മളുടെ ജില്ലയുടെ പല ഭാഗങ്ങളിലും പുറമ്പോക്ക് ഭൂമികൾ ഒട്ടനവധി കിടക്കുന്നുണ്ട്. അപ്പൊ ഇത് ട്രീറ്റ് ചെയ്ത വെള്ളം മുട്ടാർ പുഴയിലേക്ക് ഒഴുക്കുന്നു. കാലങ്ങൾ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ എന്താ പറയുക, പ്രവർത്തനത്തിൽ ഉണ്ടാവുന്ന അപാകതകൾ നമ്മുടെ കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്ന ഏറ്റവും വലിയ വിഷയമാണ്. ഒരു സംവിധാനം ഒരുക്കി കഴിഞ്ഞാൽ അതിനെ ക്രിയാത്മകമായിട്ടുള്ള രീതിയിൽ അതിനെ പരിപാലിക്കുന്ന സംവിധാനം ഇല്ലാത്തത്, അതിലൂടെ നാശമുണ്ടാവുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യം വന്നാൽ ഈ സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ വരുന്ന ജലം, മലിനമായിട്ടുള്ള ജലം മുട്ടാർ പുഴയിലേക്ക് ഒഴുക്കാനായിട്ടുള്ള വഴിയൊരുക്കും. ഇതിലൂടെ നമ്മളുടെ ഈ മുട്ടാർ മുതൽ അങ്ങോട്ട് നമ്മുടെ ചെലവന്നൂർ വരെയുള്ള ഭാഗങ്ങളിലെ ഇരു കരകളിലുമുള്ള വൻകിട സമുച്ചയങ്ങളിൽ നിന്നുള്ള മലിനമായിട്ടുള്ള ജലം അത് പരസ്യമായിട്ട് ഒഴുക്കാനായിട്ടുള്ള സംവിധാനം ഒരുക്കി കൊടുക്കാനായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ളത് എന്ന് സംശയിക്കാതിരിക്കാനായിട്ട് വഴിയില്ല. അങ്ങ് ഈ കാര്യം ഇപ്പൊ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. കൊച്ചി നഗരസഭാ സെക്രട്ടറിക്ക് മുമ്പാകെയും കളക്ടർക്ക് മുമ്പാകെയും ഇതുമായി ബന്ധപ്പെട്ട് ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ? ഇതിങ്ങനെ പരാതി അല്ലെ കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവരുടെ ഭാഗത്തു നിന്ന് എന്താണ് പറഞ്ഞത്? അല്ല, സാധാരണ നമ്മള് ഒരു RTI വെച്ചാൽ മറുപടി തരും. ഇപ്പൊ നഗരസഭാ കാര്യാലയത്തിലായാലും കളക്ടറുടെ ഓഫീസിലാണെങ്കിലും നമ്മളൊരു പരാതി കൊടുത്താൽ ആ പരാതി എന്തായി എന്ന് അറിയണമെങ്കിൽ നമ്മൾ പിന്നീട് RTIക്ക് പോകണം. മനസ്സിലായില്ലേ? അത്തരത്തിൽ
പബ്ലിക്കായിട്ടുള്ള ഒരാളൊരു പബ്ലിക് വിഷയം പരാതിയായിട്ട് തന്നാൽ അതിലെന്ത് നടപടി സ്വീകരിച്ചു എന്ന് അറിയിക്കാനായിട്ടുള്ള ഒരു സംവിധാനക്രമം ഉള്ളതായിട്ട് അറിയില്ല എനിക്കിതുവരെ അങ്ങനെ ഞാൻ ഒരുപാട് പരാതികൾ ഞാൻ കൊടുത്തു, വെള്ളക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ ഞാൻ പറഞ്ഞില്ലേ തെരുവ് നായായിട്ട്, ഇതിനൊന്നും എനിക്ക് ഒരു പരാതി ലഭിച്ചതിന് ഒരു റെസിപ്റ്റ് തരിക എന്നുള്ളതല്ലാതെ കണ്ട് എന്ത് നടപടി സ്വീകരിച്ചു എന്ന് അറിയിക്കാനായിട്ടുള്ള ഒരു 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 ശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതായിട്ടോ എനിക്ക് കിട്ടിയതായിട്ടോ എനിക്കറിയില്ല. ഇപ്പൊ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അമൃത ഹോസ്പിറ്റൽ ഉൾപ്പെടെ അല്ലെ, അതിൻ്റെയൊക്കെ ഉൾപ്പെടെ ജലം എത്തിക്കുന്ന ഒരു പ്രധാന സ്രോതസ് എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ്. അമൃത മാത്രമല്ല, ആസ്ട്രോ ഉണ്ട്, അങ്ങനെ അങ്ങനെ ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഒരുപാട് വൻകിട ഹോസ്പിറ്റലുകളാണ് എല്ലാം. അപ്പൊ എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഇതിൽ യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണോ തോന്നുന്നത്? അല്ല, ഇതിനകത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഇപ്പൊ KMRL സംബന്ധിച്ചിടത്തോളം, KMRL എറണാകുളത്തിന്റെ ദൃഷ്ടിയിൽ ഒരു ഏകാധിപത്യ പ്രവണതയോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്യപ്പെടലുകൾക്ക് വഴിയൊരുക്കാത്ത ഒരു സാഹചര്യമുണ്ട്. മനസ്സിലായില്ലേ? അത് പല മേഖലകളിലും അവരങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ചെലവന്നൂർ കായൽ ഇതേപോലെ തന്നെ ഡ്രഡ്ജിങ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് KMRLന്റെ ഫണ്ട് കൊടുത്തിട്ടുള്ളത് ഒരു പ്രൈവറ്റ്. ആ ചെലവന്നൂർ കായലിന്റെ ഡ്രഡ്ജിങ് ഈ പറഞ്ഞതുപോലെ തന്നെ അതിനകത്ത് പറയും പ്രകാരം അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കാനോ അതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് തരുന്നതിനോ നമ്മൾ കൊടുത്തിട്ടുള്ള RTIക്ക് അതിനകത്ത് തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് ഇറിഗേഷന്റെ നിയന്ത്രണത്തിലുള്ള കനാലുകൾ ആണ്. ഞാനത് അതിലേക്ക് കടന്നേ ഉള്ളൂ KMRLന്റെ വിഷയം പറഞ്ഞ. പക്ഷെ നമ്മളുടെ വിഷയം ഇവിടെ മുട്ടാർ പുഴയുടെ തീരത്ത് STP പ്ലാന്റ് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച ഹോസ്പിറ്റലുകൾ അടക്കം ആ പ്രദേശത്ത് താമസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലാണ് ഇത് പോകുന്നത്. കാലക്രമേണ സാംക്രമിക രോഗ പകർച്ച വ്യാധികൾക്ക് വഴിയൊരുക്കുന്ന ഒരു മേഖലയിലേക്ക് നമ്മളുടെ നഗരത്തിന്റെ പ്രധാന ഭാഗത്തെ തള്ളിവിടുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഈ മുട്ടാർ പുഴയുടെ തീരത്ത് തന്നെ ഇതെന്തിനു കൊടുത്തു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അല്ല, സ്ഥലം കണ്ടെത്തി അതിന് മറുപടി പറയേണ്ടത് നഗരസഭയുടെ കീഴിൽ വരുന്ന പ്രദേശമാണ്. ഇത് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റി അല്ല, കൊച്ചി നഗരസഭയുടെ കീഴിലാണ് ഇത് വരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണെങ്കിലും സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണെങ്കിലും കൊച്ചി പോലെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന നഗരത്തിനകത്ത് അനിവാര്യമായിട്ടുള്ള ഒരു വലിയ കാര്യം തന്നെയാണ്. അത് വേണം, നിർബന്ധമാണ്. പക്ഷേ അത് ഇപ്പോൾ എളംകുളത്ത് ഉണ്ട്, അതേമാതിരി നമ്മളുടെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഇത് വർക്ക് ചെയ്യുമ്പോൾ ആ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ അത് നമ്മളിപ്പോ പരാതി പറയാൻ പറ്റാത്ത ഒരു മേഖലയാണ്. പക്ഷെ ഇത് വളരെയധികം ഗൗരവപൂർവം ചിന്തിക്കാതെ കണ്ട് എടുത്തിട്ടുള്ള തീരുമാനമാണ്. ഈ തീരുമാനം നാളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊതുസമൂഹത്തിന് ശാപമായി മാറുന്ന ഒരു സംവിധാനമാണ്. അതിൽ നിന്ന് പിന്മാറാനായിട്ടുള്ള തയ്യാറെടുപ്പ് അത് ബഹുമാനപ്പെട്ട MLA ഇതുവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ആ MLA ഇത് ഗൗരവപൂർവം അന്വേഷിക്കണം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളുണ്ട് എങ്കിൽ ഈ മുട്ടാർ പുഴയുടെ തീരത്ത് നിന്ന് മാറ്റി മറ്റേതെങ്കിലും നമ്മളുടെ പുറമ്പോക്ക് ഭൂമിയിൽ കണ്ടെത്തി അവിടെ ചെയ്യാനായിട്ടുള്ള സംവിധാനം ഒരുക്കണം എന്ന് പറയാനേ പറ്റുള്ളൂ. നമുക്ക് ഇത് അറിയിക്കുക. നമ്മളിപ്പോൾ കൊച്ചി നഗരസഭാ സെക്രട്ടറി അറിയിച്ചു, കളക്ടറെ അറിയിച്ചു. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പാരിസ്ഥിതിക അഗാധ കമ്മിറ്റി, ആ പാരിസ്ഥിതിക കമ്മിറ്റിയോട് നമ്മൾ അതിൻ്റെ വിശദീകരണം ചോദിച്ചു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോട് ചോദിച്ചു. അപ്പോൾ ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ടുള്ള ഒരു മറുപടി വളരെ ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്ന ഒരു മറുപടിയുണ്ട്. ആ മറുപടി വെച്ച് നോക്കുമ്പോൾ സത്യത്തിൽ ഇറിഗേഷൻ പോലും ഇത് അറിഞ്ഞിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു തീരുമാനം അത് ഏതെങ്കിലും മേഖലകളിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു പഠനത്തിനും പുനർചിന്തയ്ക്കും വഴിയൊരുക്കത്തക്ക രീതിയിലേക്ക് വേണം ഇതിനെ തിരിച്ചുവിടാൻ. ഒരിക്കലും മുട്ടാർ പുഴയുടെ തീരം ഇത്തരത്തിലുള്ള ഒരു പദ്ധതിക്ക്
അനുവദിക്കാൻ പാടില്ല. അത് അനുവദിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, കാലക്രമേണ വരാൻ പോകുന്ന വലിയൊരു ഭവിഷ്യത്തിന് വഴിയൊരുക്കും.